നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വന്നുകൊണ്ടിരിക്കട്ടെ, സന്തോഷമുള്ള കാര്യം. അപ്പോൾ പുതിയ സിനിമ ലോക, അതിൻ്റെ ചാപ്റ്റർ 1 ചന്ദ്ര, അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് അതിനോട് സംസാരിക്കാം. ദുൽഖർ സൽമാൻ്റെ ആണ്. അത് കൊള്ളായിരുന്നു. പിന്നെയാണ് ഒരു ലുക്ക് കൊള്ളാം. അത് ഞാനിതൊക്കെ മിത്താണെന്നാ വിചാരിച്ചത്. അപ്പൊ ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? ഓ എല്ലാം ഉണ്ടോ? ഒന്നല്ലല്ലോ പവർ. ഇപ്പൊ ഫ്ലാഷും സൂപ്പർമാനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എല്ലാം ഉണ്ട്. അതായത് അല്ല, ഇപ്പൊ ചില സൂപ്പർ ഹീറോസിന് ഒന്നിലധികം പവേഴ്സ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇപ്പം സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ ഫാസ്റ്റ്, ഫ്ലൈയിങ്. അതാണ് സൂപ്പർമാൻ, ഫ്ലാഷ്. സൂപ്പർമാൻ കിട്ടിയത് തന്നെ ഇതെല്ലാം ഉണ്ട്. സൂപ്പർമാൻ എല്ലാം ഉണ്ടല്ലോ, ശരിയാ, സൂപ്പർമാൻ എല്ലാം ഉണ്ട്. അപ്പൊ ഏതായാലും കൊള്ളാം. എന്തായാലും അതൊരു എന്താ വെച്ചാൽ ഒരു മിത്തിക്കൽ സ്റ്റോറി, അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടൈമിലേക്ക് വന്നിട്ട് ഉള്ളൊരു സയൻസ് ഫിക്ഷൻ എലമെൻ്റ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അതൊരു സൂപ്പർ ഹീറോ ആയിരിക്കില്ലല്ലോ. പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പുരാണങ്ങളിലുള്ള ദൈവങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും അവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഇന്നാണ് അവരെങ്കിലും അവരെ ദൈവങ്ങളായി കാണില്ല, പകരം സൂപ്പർ ഹീറോ ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു പിക്ചറാണ് എനിക്ക് ഈ ഒരു ടീസർ കണ്ടപ്പോൾ കിട്ടിയത്. എനിക്ക് ഏതാണെന്നറിയാം, എനിക്ക് ആ ഷോർട്ട് ഫിലിം ഓർമ്മ വന്നത്, ഒരു കൊച്ചു പ്രാർത്ഥിക്കുമ്പോ ലോർഡ് കൃഷ്ണ, വിഷ്ണു, ഇവര് 3 പേരും കൂടി അറിയില്ല. അതിന്റെ ഒരു ഷോർട്ട് ഫിലിം നീ എന്നെ കാണിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ ഇംഗ്ലീഷ് ആ കൊച്ചു ആനിമേഷൻ. സോറി ഗൈസ്, എനിക്ക് എന്തോ ഈ ആനിമേഷൻ വിട്ടൊരു റെഫറൻസ് പറയാൻ പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആനിമേഷൻ ഫാനാണ്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം എനിക്ക് ആനിമേഷനുമായിട്ടാണ് കണക്ട് ആവുക. എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല, പക്ഷെ അത് പിക്സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമാണ്, ഷോർട്ട് ആനിമേഷൻ. അതിൻ്റെ അകത്ത് പറയുമ്പോൾ അത് ദൈവങ്ങളുടെ പവറാണ് കാണിക്കുന്നത്. പക്ഷെ അവന്റെ മനസ്സിലൊരു സൂപ്പർ ഹീറോ ആയിട്ടാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഇതും അതുപോലെ തന്നെ ഒരു മിത്തിക്കൽ വേൾഡിലുള്ള ഒരു ക്യാരക്ടർ, ബട്ട് ഇൻ ദിസ് വേൾഡ് ഷീസ് എ സൂപ്പർ ഹീറോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ വേൾഡ് ആണ്. അപ്പൊ നസലിനൊക്കെ പോകുമ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ടീച്ചറിൽ ജസ്റ്റ് കണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അവരത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് VFX വർക്ക് എന്തായാലും സിനിമയിൽ നല്ലോണം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സ്റ്റോറിയും നല്ലൊരു മേക്കിംഗ് ബാക്കപ്പും കൂടി ഉണ്ടെങ്കിൽ ഈ സിനിമ വൺ ഓഫ് ദി ബെസ്റ്റ് സയൻസ് ഫിക്ഷൻ മൂവി തന്നെ ആയിട്ട്, സൂപ്പർ ഹീറോ മൂവി ആയിരിക്കും മലയാളത്തിലെ മികച്ചൊരു സൂപ്പർ ഹീറോ മൂവി. ഗഗനചാരിക്ക് വന്നതിന് ശേഷം ഇതെനിക്ക് ഗഗനചാരിയും കൂടി ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഈ പറഞ്ഞ സാധനം, പിന്നെ അതുപോലെ തന്നെ ഒരു മിന്നൽ മുരളി ടച്ച്, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പൊ മിത്തോളജി ആ സംഭവങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഇത് നല്ല രസമാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഒന്നിൽ തീരുന്നില്ല, ഇത് പാർട്ട് 1 ചാപ്റ്റർ 1 ആയിട്ടേ ഉള്ളൂ. അപ്പം ഇതൊരു യൂണിവേഴ്സ് ആക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നല്ലതായിട്ട് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ട് നല്ലൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് തന്നെ നമുക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും സിനിമയുടെ ട്രെയിലറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾ ഈ ടീസർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.